ശബരിമല സ്വർണ്ണപ്പാളി കൊള്ളയിൽ ദേവസ്വം ഉദ്യോഗസ്ഥൻ ബി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. 2019 എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ ഫയലിൽ ചെമ്പുപാളി എന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. മുരാരി ബാബുവിന്റേത് ഗുരുതര വീഴ്ചയാണെന്ന് ദേവസ്വം ബോർഡ് ഉത്തരവിൽ പറയുന്നു. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് താൻ നൽകിയത് എന്നും ചെമ്പുപാളി എന്ന് റിപ്പോർട്ട് നൽകിയതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുരാരി ബാബു പറഞ്ഞു. അല്ല, അത് തെളിഞ്ഞതായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ അപ്പോഴും അല്ല, ഞാനിത് പറയുന്നത് സത്യസന്ധമായിട്ടാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന ലോഹം എന്താണ്, അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, അതിൽ പൂശാനാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് അത് തിരുത്തുമ്പോൾ ദേവസ്വം ബോർഡ് പറയണം അത് സ്വർണ്ണപ്പാളിയാണെന്ന്, അല്ലേ? അതൊക്കെ ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യം, ഞാൻ പറയേണ്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, അതായത് ഞാൻ മുമ്പേ വീണ്ടും പറയുന്നത്, ഞാനൊരു പ്രിലിമിനറി റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ റിപ്പോർട്ടിന്മേൽ അതുപോലെ തീരുമാനം എടുക്കുകയല്ലോ. അത് നിരവധി ഉദ്യോഗസ്ഥന്മാരെ, സാങ്കേതിക വിദഗ്ധരെ ഒക്കെ പരിശോധിച്ചല്ലേ റിപ്പോർട്ട് തീരുമാനം എടുക്കുന്ന, അല്ലേ? ആർ.ബി. സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക്, നടപടിയിലേക്ക് എത്തിയത്? പി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ ഉത്തരവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇറക്കി. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആദ്യ നടപടി, ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ആദ്യ നടപടിയാണ് ഇതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. കാരണം ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം നടക്കുന്നതിനിടയിൽ അവർ വിശകലനം ചെയ്തത്. ഇപ്പോഴും യോഗം തുടരുകയാണ്. മറ്റ് അജണ്ടകളിലേക്ക് കടന്നു. പക്ഷേ രാവിലെയാണ് ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്തത്. അതിൽ ഇന്നലെ ദേവസ്വം വിജിലൻസ് SP വി സുനിൽകുമാർ അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് തന്നെയായിരുന്നു. അത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണെങ്കിൽ പോലും അതിലെ ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ബി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തത്. 2019 ജൂൺ 17 ഈ 2 ദ്വാരപാലക ശില്പങ്ങളും കണ്ട് പരിശോധിച്ച ശേഷമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഇദ്ദേഹം ഇത് ചെമ്പുപാളി എന്ന തരത്തിൽ ഒരു ഫയൽ എഴുതി നൽകിയത്. പക്ഷെ അതിന് അദ്ദേഹം നൽകുന്ന മറുപടി, ഇത് തന്ത്രിയുടെ കൂടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇത് എഴുതി വിട്ടത്. പക്ഷേ പ്രിലിമിനറി റിപ്പോർട്ട് മാത്രമാണ്. തനിക്ക് മുകളിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്, ഡെപ്യൂട്ടി കമ്മീഷണർ, ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം കമ്മീഷണർ, അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെയൊക്കെ പരിശോധന കഴിഞ്ഞ ശേഷമാണ് ഇത് ഫൈനൽ അവസാനമായിട്ടുള്ള ഉത്തരവായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ തനിക്കെതിരെ മാത്രം നടപടി എടുത്തിരിക്കുന്നു. ഏതായാലും ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം അംഗീകരിക്കുന്നെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. തന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല, താൻ കണ്ടതാണ് അത് ചെമ്പുപാളി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് ദേവസ്വം ബോർഡിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതല്ലേ, പ്രതിസന്ധിയിലാക്കുന്നതല്ലേ? കഴിഞ്ഞ ദിവസവും ബി മുരാരി ബാബു ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ ശ്രീകോവിലിൽ സ്വർണം പൂശുന്ന സമയത്ത് എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നില്ല സ്വർണം പൂശിയത്. അതുകൊണ്ടാണ് ദ്വാരപാലക ശില്പപാളി അത് പരിശോധിക്കുന്ന സമയത്ത് അതിൽ വളരെ കുറച്ച് അംശം സ്വർണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ചെമ്പുപാളി എന്ന് എഴുതിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ചെമ്പുപാളിക്ക് മുകളിലാണ് ഈ പറയുന്ന സ്വർണം പൊതിയുന്നതും അല്ലെങ്കിൽ പൂശുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷെ അതിൽ സ്വർണം പൊതിഞ്ഞു എന്നുള്ള കാര്യമാണ് നമ്മൾ 1998 മുതൽ ഉള്ള രേഖകൾ മറ്റുമൊക്കെ പരിശോധിച്ചതും ഈ മുൻ പ്രസിഡന്റുമാരുടെയൊക്കെ പ്രതികരണത്തിൽ നിന്നൊക്കെ വ്യക്തമായ കാര്യവും ആണത്. എന്തായാലും ഈ പറയുന്ന ഇദ്ദേഹം പരിശോധിച്ച ശേഷം ഈ ഫയൽ നൽകുന്നു. ആ ഫയൽ നൽകിയ ശേഷം അടുത്ത മാസം, അതായത് 2019 ജൂലൈ 5 ഈ ചെമ്പ് പാളികൾ എന്നെഴുതിയ ആ ഉത്തരവിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്ന് ഉള്ള ഉത്തരവിറങ്ങുന്നത്. എന്തായാലും ഈ പറയുന്ന വീഴ്ചകൾ, ഉദ്യോഗസ്ഥതല വീഴ്ചകൾ, സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയ ഉദ്യോഗസ്ഥതല വീഴ്ചകൾ, അത് വ്യക്തമായിട്ട് ദേവസ്വം വിജിലൻസ് SPയുടെ റിപ്പോർട്ടിൽ ഉണ്ട്. ഈ ദേവസ്വം വിജിലൻസ് SPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് അതിനെ പരാമർശിച്ചത്. കാരണം വ്യക്തമായ രേഖകളും മറ്റുമൊക്കെ ഉണ്ട്. കണ്ടുകൊണ്ട് കണ്ട കാഴ്ചകൾ, അതേപോലെ ചിത്രങ്ങൾ, ഇതൊക്കെ തന്നെ അതിൽ സ്വർണം പൊതിഞ്ഞത് വ്യക്തമായിട്ടിരിക്കെ എന്തിനാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പ് പാളി എന്ന് എഴുതിയ ശേഷം കൊടുത്തുവിട്ടത്? അതുമാത്രമല്ല, അന്ന് അനുഗമിക്കേണ്ട ഉദ്യോഗസ്ഥരാരും തന്നെ അനുഗമിച്ചില്ല. തിരുവാഭരണ കമ്മീഷണറുടെ അഭാവം, ഇതെല്ലാം തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പ്രാഥമിക റിപ്പോർട്ടാണ് താൻ നൽകിയത് എന്ന്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ, മുരാരി ബാബുവിനേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ വരും ദിവസങ്ങളിൽ നടപടി പ്രതീക്ഷിക്കാമോ സനോപ്? അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അന്നുണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥരും ഇപ്പോൾ അവരൊക്കെ റിട്ടയർ ആയിട്ടുണ്ട്, അവരൊക്കെ പെൻഷൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട്
ഈ നിലവിലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് വി മുരാരി ബാബുവിനെതിരെ ആദ്യ നടപടി ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി ഉള്ളത് അന്നത്തെ തിരുവാഭരണ കമ്മീഷണറുണ്ട്, അതേപോലെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ഉണ്ട്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. അങ്ങനെ നിരവധി ഉദ്യോഗസ്ഥരുണ്ട്. പലരും ഈ പറഞ്ഞ പോലെ പെൻഷൻ മറ്റൊക്കെ പോയതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കണം, അവരുടെയൊക്കെ വീഴ്ച ഏത് രീതിയിൽ വേണം ചിത്രീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ മറ്റൊക്കെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ഒരുപക്ഷെ ദേവസ്വം ബോർഡ് കടക്കുക. എന്തായാലും അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ പെട്ടെന്നൊരു നടപടി ഉണ്ടാവുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഈ വിജിലൻസ് എസ്പിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ മുഴുവൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നടപടി വന്നിട്ടുണ്ട്. അത് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന വി മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് ആദ്യ നടപടി ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് RB സനൂപ് നൽകിയത്.